ഇപ്പോഴത്തെ നിലവിലെ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ കുറച്ച് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കര ഡള്ളായിരുന്നു, കുറച്ച് ബ്രൗണിഷ് ആയിരുന്നു, ഹെയറിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങളുണ്ട്, ഭയങ്കര സ്ലിം ആയിരുന്നു. പക്ഷേ ഓവർ എ പീരീഡ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ് ഭയങ്കര ബ്രൈറ്റായി, അദ്ദേഹത്തിൻ്റെ ഹെയറിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ശരിക്കും കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ, ഇയാൾ എന്തൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് എന്നുള്ള ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും രാഹുൽ ചെയ്തിട്ടുണ്ടാവുന്ന സർജറീസ്? എന്റെ വിവാദങ്ങളിലോട്ട് എന്തായാലും നീ വലിച്ചിറക്കും തോന്നുന്നു. ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാറ്റങ്ങളില് ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരു പുരുഷൻ അവന്റെ 18കളിലും 20കളിലും ഉള്ളതിനെയും കാട്ടിയും ഏറ്റവും സൗന്ദര്യം വെക്കുക എന്ന് പറയുന്നത് അവന്റെ 27 കഴിഞ്ഞാണ് പുരുഷന്റെ സൗന്ദര്യം തുടങ്ങുന്നത് തന്നെ. വളരെയധികം ഭംഗി വെക്കാൻ തുടങ്ങും. ആ ഒരു മാറ്റം ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന്. രണ്ടാമത് ലൈഫ് സ്റ്റൈലിന്റെ മാറ്റം, അതായത് ഒരു താഴേക്കിടയിൽ നിന്ന് ഒരു വലിയ നേതാവായി ലൈഫ് സ്റ്റൈൽ മാറി, അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്. രണ്ട്. മൂന്നാമത് മുടിയുടെ കാര്യം എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തിരിക്കാം എന്നുള്ളതാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല, കാരണം ഞാൻ അത്രമാത്രം ഒബ്സർവ് ചെയ്തിട്ട്, ഇപ്പൊ സൂര്യ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉത്തരം പറയുന്നതാണ്. കാരണം എനിക്ക് എന്റെ ചിത്രത്തിലുണ്ട് ആ രണ്ട് ഇമേജസും. അപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് മുടിക്ക് ഒരു തിക്നെസ്സും വോളിയം കൂടാം. ഒന്ന്. രണ്ടാമത് ഹെയർ വളരാനുള്ള ട്രീറ്റ്മെന്റ്സ്, നല്ല നല്ല ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ടല്ലോ ഇപ്പോഴും. PRP ഇഞ്ചക്ഷൻസ്, അതേപോലെ GFC ഇഞ്ചക്ഷൻസ്, ഇതൊക്കെ ചെയ്തിട്ട് ഇരിക്കാം. കാരണം ലൈഫ് സ്റ്റൈൽ നന്നാവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യും. ചിലവരൊക്കെ, എല്ലാവരും, ഒട്ടുമിക്കവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ സെഷൻസിന്റെ ഭാഗമായിട്ട് ആ ഒരു ഹെയറിന്റെ വോളിയം കൂടിയിട്ടുണ്ട്. പിന്നെ നല്ല സ്കിൻ കെയർ തുടങ്ങിയിട്ടുണ്ടാവും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നല്ല സ്കിൻ കെയർ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് വ്യക്തിയും ഭംഗി വെക്കും. അതായത്